ഹല്ലേലൂയ. എനിക്കിന്ന് വളരെയധികം സമയം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മെസ്സേജ് അത്ര നീളം ഉണ്ടാവില്ല എന്ന് ഞാൻ ആദ്യമേ പറയട്ടെ. ദൈവനാമത്തിൽ എല്ലാവർക്കും ഞാൻ എൻ്റെ സ്നേഹവന്ദനത്തെ പകൽക്കാലം അറിയിക്കുന്നു. ഈ മെസ്സേജ് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാൻ സാറ്റർഡേ തൊട്ട് ദൈവസന്നിധിയിലിരിക്കാൻ തുടങ്ങി. എന്നാൽ വളരെ സ്ട്രഗിൾസ് ഞാൻ ആ ഒരു മെസ്സേജ് പ്രിപ്പയർ ചെയ്യുമ്പോൾ മുതൽ ജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ട്. ശരീരത്തിൽ ക്ഷീണം ഒത്തിരിയുണ്ട്. ദൈവം ഞങ്ങളെ ഈ പകൽക്കാലവും മിഡിൽസ്ബ്രോയിലൊരു ചർച്ചിൽ പോകുവാനിടയാക്കി. അവിടുന്ന് പെട്ടെന്ന് മടങ്ങി വന്ന് സമയത്തിനെത്തുമെന്ന് വിചാരിച്ചതല്ല. ടൈം ടണൽ വരുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കായിരുന്നു. എന്നാൽ ദൈവം തക്ക സമയത്ത് കൂട്ടി വരുത്തി അവൻ്റെ എല്ലാ വിശ്വസ്തതകൾക്കും ഞാൻ കർത്താവിന് നന്ദി പറയുന്നു. നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ച് വചനത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവർക്കും തലകളെ വണക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗസ്ഥനായ കർത്താവേ, ഈ നല്ല പകൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് അടുത്തു വരുവാൻ ദൈവം ഞങ്ങളെ മുൻ കണ്ട അങ്ങയുടെ എല്ലാ വിശ്വസ്തതകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, അടിയൻ്റെ നാവിൽ കൂടെ പുറത്തു വരുന്നത് അങ്ങയുടെ വാക്കായി പ്രിയജനത്തിൻ്റെ ഹൃദയത്തിൽ അമേൻ അമേൻ അത് പതിയുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ നാമം ഈ പകൽക്കാലം മഹത്വപ്പെടണമേ. ഒന്നുമില്ല എന്ന് സമ്മതിക്കുന്നു. കർത്താവിൻ്റെ കരങ്ങൾ തരുന്നു. പ്രാർത്ഥന കേട്ടനായ സ്തോത്രം യേശുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. നമുക്ക് 1 കൊരിന്ത്യർ 10 അധ്യായം അതിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ വേഗത്തിൽ വായിക്കാം. 1 കൊരിന്ത്യർ 10 അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അടുത്ത വാക്യം കൂടെ. താങ്ക് യു. 1 കൊരിന്ത്യർ 10 അധ്യായത്തിൽ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ഒരു വാണിംഗ് നൽകുക അല്ലേ. 11 വാക്യങ്ങൾ നാം വായിച്ചു കേട്ടതിൽ എന്ത് മനസ്സിലായി? പഴയ നിയമ ഇസ്രായേലിനെ ദൈവം നടത്തിയ വഴികളൊക്കെ ആദ്യം പറഞ്ഞിട്ട് അതിൻ്റെ 5-ാം വാക്യത്തിൽ വരുമ്പോൾ എങ്കിലും അവർ മിക്ക പേരിലും കർത്താവ് പ്രസാദിച്ചില്ല എന്ന് പൗലോസ് പറഞ്ഞു വെച്ചു അല്ലേ. അതിനുശേഷം എന്താ പറഞ്ഞേക്കുന്നത്? അത് അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞെന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് അല്ലേ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ മറന്നു പോകരുത് എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ എന്തോ അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. കുഞ്ഞുങ്ങളോട് നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പറയും, നിങ്ങളത് വേറെ എല്ലാ കാര്യങ്ങളും മറന്നു പോയാലും ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ എന്ത് ചെയ്യരുത്, മറന്നു പോകരുത്. അപ്പോൾ പൗലോസ് കൊരിന്ത്യ സഭയ്ക്ക് ആ ഒരു ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറയുക, നിങ്ങൾ അറിയാത്തവരായി ഇരിക്കരുത് ഈ ഒരു കാര്യം. എന്താ സംഭവിച്ചത് അവിടെ? ഇസ്രായേൽ അല്ലേ. ഇസ്രായേലിനെ കുറിച്ച് നാം ഒന്ന് നോക്കുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനം, ദൈവം ഏറ്റവും സ്നേഹിച്ച ഒരു ജനം അല്ലേ. വളരെ പ്രിവിലേജസ് ഉള്ള ഒരു ജനം. പ്രൈസ് ലോർഡ്. ഞാൻ അതിനെ ഇങ്ങനെ നോക്കുകയായിരുന്നു. എൻ്റെ ചിന്തയിൽ ഇങ്ങനെ വന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിങ്ങനെ നോട്ട് ചെയ്തിട്ട്, ഒന്ന്, എ ഗ്രൂപ്പ് ഓഫ് ചോസൺ പീപ്പിൾ, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗ്രൂപ്പ് അല്ലേ. പ്രൈസ് ലോർഡ്. ദൈവ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ട ഒരു ജനം. അങ്ങനെയാണോ? ദൈവം കൂടെ നടന്ന് അവരെ എന്ത് ചെയ്തു? ആ മരുഭൂ യാത്രയിൽ അവരുടെ കൂടെ ഇരുന്ന് എന്ത് ചെയ്തു? ദൈവം അവരെ വഴി നടത്തി. ദൈവ സാന്നിധ്യത്തിൽ നടത്തപ്പെട്ട ഒരു ജനം.
നേരിട്ട് ദൈവം ഇറങ്ങി വഴികൾ തുറന്നു കൊടുത്തവരാ അല്ലേ? ചെങ്കടലിൻ്റെ മുമ്പിലും അങ്ങനെ പല ഇടങ്ങളിലും ദൈവം അവർക്ക് എന്ത് ചെയ്തു? വഴികളെ തുറന്നു കൊടുത്തു. ദൈവം നേരിട്ട് ഇറങ്ങി അവർക്ക് വഴി തുറന്നു കൊടുത്ത ഒരു ജനമാണ്. ദൈവിക പ്രൊട്ടക്ഷൻ്റെ ഉള്ളിൽ നടന്ന ഒരു കൂട്ടമായവർ അല്ലേ? പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം. മറ്റുള്ളവർക്ക് പ്രകൃതി അതിൻ്റെതായ ബുദ്ധിമുട്ടുകളായി നിൽക്കുമ്പോൾ, ഒരു രാത്രിയിൽ അവർക്ക് കാണാൻ കഴിയാതെ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു പകലിൻ്റെ ചൂട്, മരുഭൂമിയിലെ ചൂട് അനുഭവിച്ചവരായിരിക്കും ഇവിടെയുള്ള മിക്ക ആളുകളും ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. അത്രയും ചൂടൊക്കെ അനുഭവിക്കുന്ന ഒരു സാധാരണ ജനം, എന്നാൽ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ജനത്തിന് എന്താ സംഭവിക്കുന്നത്? അവരെ മേഘസ്തംഭം അവരെ നയിക്കുക, അവരുടെ മുകളിൽ മേഘസ്തംഭം വന്നു നിന്നിട്ട് അവർ ദൈവത്താൽ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുക ആ പ്രകൃതിയിൽ നിന്നും അല്ലേ? പ്രൈസ് ലോർഡ്. ഒത്തിരി അനുഗ്രഹങ്ങൾ അനുഭവിച്ചൊരു ജനമാണ്. പ്രൈസ് ലോർഡ്. മന്ന ലഭിച്ചു, പാറയിൽ നിന്ന് വെള്ളം ലഭിച്ചു, അവർക്ക് പോകേണ്ട സമയത്ത് ദൈവത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ ലഭിക്കുന്നുണ്ട്. ദൈവത്തിൽ നിന്ന് ഒത്തിരി അനുഗ്രഹങ്ങൾ. അവർ പിറുപിറുത്തപ്പോൾ എന്ത് ചെയ്തു? കാടപക്ഷികളെ അവർക്ക് എന്ത് ചെയ്തു? തിമിംഗലങ്ങളെ തലയെ തകർത്ത് എന്ത് ചെയ്തു? കാടപക്ഷികളെ വരുത്തി അവരുടെ വീടിന് മുമ്പിൽ കൊടുത്തു അല്ലേ? പ്രൈസ് ലോർഡ്. അങ്ങനെ വളരെ ദൈവം സ്നേഹിച്ച ഒരു ജനത്തെയാണ് നാം അവിടെ കാണുന്നത്. ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ജനത്തിന് എന്താ സംഭവിച്ചത്? 5-ാം വാക്യത്തിൽ അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. 6 ലക്ഷം പുരുഷന്മാരുണ്ട് എന്ന് വചനത്തിൽ നാം കാണുന്നുണ്ട്. 6 ലക്ഷം പുരുഷന്മാർ മാത്രം അവർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഉണ്ടെന്ന് നമുക്ക് വചനത്തിൽ കാണാൻ വേണ്ടി. ഇത്ര വലിയ ജനം അവിടുന്ന് തുടങ്ങിയപ്പോൾ, അവർ കനാൻ ലക്ഷ്യമാക്കി ഇറങ്ങിയപ്പോൾ അത്രയും ജനമുണ്ടായിരുന്നു. എന്നാൽ കനാനിലേക്ക് പ്രവേശിച്ചത് എത്ര പേരാണെന്ന് നമുക്കറിയാം? 2 പേര്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ആരൊക്കെയാ കനാനിൽ പ്രവേശിച്ചത്? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പറയാമോ ആ കാര്യം? യോശുവയും കാലേബും. സംഖ്യാപുസ്തകം 14-ാം അധ്യായം 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ മരുഭൂമിയിൽ നിങ്ങളുടെ ശവം വീഴും. യെഫുന്നയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവയും ഒഴികെ 20 വയസ്സ് മുതൽ മേലോട്ട് എണ്ണപ്പെട്ടവരായി എൻ്റെ നേരെ പിറുപിറുത്തവരായി നിങ്ങളുടെ എണ്ണത്തിൽ ആരും ഞാൻ നിങ്ങളെ പാർപ്പിക്കുമെന്ന് സത്യം ചെയ്തിട്ടുള്ള ദേശത്ത് കടത്തുകയില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത്ര പ്രിവിലേജ്ഡ് ആയിട്ടുള്ളൊരു ജനം, 6 ലക്ഷത്തിൽ പരം ആളുകൾ യാത്ര തുടങ്ങി. എന്നാൽ എത്തിച്ചേർന്ന എത്ര പേരാ? 2 പേര്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഈ വാക്യം നാം വായിച്ചതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു: ഇത് ദൃഷ്ടാന്തമായി അവർക്ക് സംഭവിച്ചു, ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്കെന്താ? ബുദ്ധി ഉപദേശത്തിനായി എഴുതിയിരിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നാം പുതിയ നിയമ ഇസ്രായേലാണെന്ന് അഭിമാനിക്കുന്നവരാ അല്ലേ? കർത്താവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാ, കർത്താവിനാൽ നടത്തപ്പെടുന്നവരാ. ഈ ഒരു അനുഭവങ്ങളൊക്കെ ഉണ്ടല്ലേ നമ്മുടെ ജീവിതത്തിൽ? കർത്താവ് നമുക്ക് വഴികളെ തുറന്നു തരാറുണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലേ? നമുക്ക് രോഗങ്ങളെ സൗഖ്യമാക്കി തരാറുണ്ട്. പ്രിവിലേജ്ഡ് ആണ്. വി ആർ പ്രിവിലേജ്ഡ് ആൻഡ് മെനി അതർ പീപ്പിൾ. നമ്മൾ പുതിയ നിയമ ഇസ്രായേൽ എന്ന് പേർ വിളിക്കപ്പെട്ടവരാ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഏറ്റവും സ്നേഹിച്ച ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞെങ്കിൽ പുതിയ നിയമ ഇസ്രായേലായ നമ്മളെയും തള്ളിക്കളയുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇത് അറിയാതിരിക്കരുതെന്നാണ് പൗലോസ് നമ്മളെ ഈ അധ്യായത്തിൽ നിന്ന് പ്രബോധിപ്പിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒറ്റ കാര്യം ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു: ഹാവിങ് പ്രിവിലേജസ് ഡസൻ ഗ്യാരണ്ടി എ സക്സസ്ഫുൾ ലിവിങ്. നമുക്കുള്ള പ്രിവിലേജസ് അല്ല നമ്മളെ സക്സസ്ഫുൾ ആക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഈ പകൽക്കാലം ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കണം? ഒരു ക്രിസ്ത്യാനി അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവ പൈതൽ എന്നുള്ള നിലയിൽ നമ്മുടെ ആത്യന്തികമായ ലക്ഷ്യം എന്തായിരിക്കണം? കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നതിൽ കുറഞ്ഞ ഒരു കോംപ്രമൈസിനും നമ്മൾ തയ്യാറാകരുത്. പ്രൈസ് ലോർഡ്. കർത്താവിനെ പ്രസാദിപ്പിക്കുക മാത്രം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുവാനാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അല്ലേ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എഫേഷ്യൻസ് 2:10, എഫേസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ ഒരു വാക്യം കാണുന്നുണ്ട്. ഒന്ന് വായിക്കാമോ? നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു, നാം ചെയ്തു പോരേണ്ടതിന്
ദൈവം അവ മുന്നൊരുക്കിയിരിക്കുന്നു. പ്രൈസ് ലോർഡ്. നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ആരിലാണ് സൃഷ്ടിക്കപ്പെട്ടത്? ക്രിസ്തു യേശുവിൽ എന്താ ചെയ്തിരിക്കുന്നത്? സൃഷ്ടിക്കപ്പെട്ടിരിക്കുക അല്ലേ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നല്ല പ്രവൃത്തികൾ മാത്രമാണ്. ക്രിസ്തു യേശുവിൽ നാം ജനിച്ചു കഴിഞ്ഞാൽ അല്ലേ? ക്രിസ്തുവിനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ നാം, അല്ലെങ്കിൽ അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും എന്താ? ദൈവമക്കളാകുവാൻ അവൻ എന്ത് കൊടുത്തു? അധികാരം കൊടുത്തു. അങ്ങനെയാണെങ്കിൽ നമ്മളെ എന്തിനാ സൃഷ്ടിച്ചത്? പുതിയ സൃഷ്ടിയാക്കിയത് എന്തിനാ? സൽപ്രവർത്തികൾക്കായിട്ടാണ് അല്ലേ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് പ്രസാദമുള്ള ജീവിതം നയിപ്പാൻ ഈ പകൽക്കാലം എത്ര പേർ തീരുമാനമെടുക്കുന്നുണ്ട്? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ദൃഷ്ടാന്തമായി ഒരു പഴയ നിയമ ഇസ്രായേലിനെ ദൈവം തള്ളിക്കളഞ്ഞു. മരുഭൂമിയിൽ 23,000 അല്ലെങ്കിൽ 24,000 പേരെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 24,000 പേര് ഒറ്റ ദിവസം പട്ടുപോയി അല്ലേ? അവരെ തള്ളിക്കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നിയതിൻ്റെ കാര്യം എന്നാ? അവർ അതിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങളിലൊക്കെ നാം കാണുന്നുണ്ട്. അവരെന്തായിരുന്നു? ദുർമോഹികളായിരുന്നു, അവർ വിഗ്രഹാരാധികളായിരുന്നു, പരസംഗം ചെയ്തവരായിരുന്നു, പിറുപിറുത്തവരായിരുന്നു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഈ വക കാര്യങ്ങളൊക്കെ കർത്താവ് വെറുക്കുന്ന കാര്യങ്ങളാണെന്ന് ഈ പകൽക്കാലം നാം മനസ്സിലാക്കണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഒന്ന് രണ്ട് കാര്യങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ചവരെ കുറിച്ച് പറഞ്ഞിട്ട് ഈ സെഷനിൽ നിരുപ്പാൻ ഞാൻ വേഗം ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എബ്രായർ 11:5 വാക്യം നമുക്കതിനായിട്ടൊന്ന് വായിക്കാം. ഹീബ്രൂസ് ചാപ്റ്റർ 11 വേഴ്സ് 5. ഹല്ലേലൂയ. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ എന്ത് ചെയ്തു? സാക്ഷ്യം പ്രാപിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹനോക്കിൻ്റെ കാര്യം പറഞ്ഞിരിക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായത്തിലാണ് കേട്ടോ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവിടെ ആ അധ്യായം നാം ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം ഇപ്രകാരമുണ്ട്. ഒന്ന് വായിക്കാമോ? 5-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം. അഞ്ചിൻ്റെ അവസാന ഭാഗം. ഉൽപ്പത്തി 5:5 അല്ല. പിന്നെ അവൻ മരിച്ചു അല്ലേ? അങ്ങനെ 5-ാമത്തെ വാക്യം മുതൽ അങ്ങനെ 8 തവണ എന്തുണ്ട്? ആ അധ്യായത്തിൽ എന്ത് കാണുന്നുണ്ട്? പല ആളുകളും മരിക്കുന്നതായിട്ട് നാം കാണുന്നുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതിനിടയ്ക്ക് വ്യത്യസ്തനായ ഒരാളെ നാം അവിടെ കാണുക, ഹാനോക്കിനെ അല്ലേ? ഹാനോക്കിന് എന്താ പറ്റിയത്? 22-ാമത്തെ വാക്യം പറഞ്ഞേ. അല്ലേ? കാണാതെയായി അല്ലേ? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 8 തവണ ആ അധ്യായത്തിൽ പലരും മരിച്ച് മൺമറഞ്ഞു എന്ന് കാണുവാൻ കഴിയുന്നുണ്ട്. 5-ാമത്തെ അധ്യായം ഉൽപ്പത്തി പുസ്തകത്തിൽ കേട്ടോ. അതിൽ ഒരാൾ വ്യത്യസ്തനായി നിൽക്കുക. എന്താ അവൻ്റെ പ്രത്യേക? ഹാനോക്കിനെ ദൈവം എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. നാം ഇപ്പോൾ വായിച്ച വാക്യം എബ്രായറിൽ വായിച്ചത് എങ്ങനെയാ? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു അല്ലേ? അതാ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ ഹാനോക്കിനെ ചേർത്തതിൻ്റെ കാര്യം എന്നാ? അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ച മനുഷ്യനായിരുന്നു അല്ലേ? ദൈവത്തിൻ്റെ കൂടെ നടന്ന ഒരാളായിരുന്നു. പഴയ നിയമത്തിൽ 2 ആളുകളെ കുറിച്ച് കൂടെ നടന്നവരെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഹാനോക്ക്, രണ്ടാമത്തെ ആരാളാരാ? നോഹ അല്ലേ? രണ്ടാമത്തെ ആളാരാ? നോഹ. 2 പേരാണ് ദൈവത്തോട് കൂടെ നടന്നു എന്ന് പറയുന്ന കാര്യങ്ങൾ നാം കാണുന്നത്. ഹാനോക്കിൻ്റെ കൊച്ചുമകനായിട്ട് വരും ആര്? നോഹ. ഈ ഹാനോക്ക്, ഞാൻ ഇന്നലെ ഇങ്ങനെ ഇതിൻ്റെ റെഫറൻസിനായിട്ട് തപ്പി നടക്കുമ്പോൾ ഇങ്ങനെ ഹാനോക്കിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ വായിക്കുകയായിരുന്നു. അതിലൊരു ചിന്ത എന്നെ പെട്ടെന്ന് പിടിച്ചു കുലുക്കുവാനിടയായി. ഹാനോക്ക് മെതുശലേഹിനെ ജനിപ്പിച്ചതിന് ശേഷം എത്ര വർഷം നിന്നു? 300 സംവത്സരം അല്ലേ? ആ വാക്യം അങ്ങനെയല്ലേ വായിച്ചത്? ദൈവത്തോട് കൂടെ നടന്നു അല്ലേ? അവൻ്റെ ആയുഷ്കാലം 365 സംവത്സരം. അങ്ങനെയെങ്കിൽ 65 years he was not there with or not walking with God, and the rest of the 300 years he was walking with God after Methuselah was born. അപ്പം മെതുശലേ ഉണ്ടായതിനു ശേഷം 300 സംവത്സരം അവൻ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല കേട്ടോ. പ്രൈസ് ലോർഡ്. ഈസ് ഇറ്റ് വെരി ഈസി? ഹല്ലേലൂയ. അവൻ ദഹിപ്പിക്കുന്ന അഗ്നിയാണ് അല്ലേ? നമ്മൾ മലിനത കണ്ടാൽ ദൈവം എന്ത് ചെയ്യും? നമ്മളെ ചിതറിച്ച് കളയും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ.
ഒരു വാക്യം എൻ്റെ ശ്രദ്ധയിൽ ഇന്നലെ പെടുവാനിടയായി. ആ വാക്യം ഇപ്രകാരമാണ്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. അതായത്, ഞാൻ നിങ്ങളുടെ ഇടയിൽ അല്പസമയം നടന്നാൽ നിങ്ങളെയൊക്കെ, നിങ്ങൾ ദുശാഠ്യമുള്ള ജനമാകുന്നു, ഞാൻ നിങ്ങളുടെ ഇടയിൽ അല്പസമയം നടന്നാൽ ഞാൻ നിങ്ങളെ സംഹരിച്ചു കളയുമായിരുന്നുവെന്ന് ദൈവം ഇസ്രായേൽ മക്കളോട് പറയുന്ന ഒരു ഭാഗം പുറപ്പാടിലുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മുടെ കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. ഹാനോക്ക് എത്ര വർഷമാവും ദൈവത്തോട് കൂടെ നടന്നത്? 300 സംവത്സരം. 8 ആളുകൾ അല്ലെങ്കിൽ 8 ആളുകൾ മരണപ്പെട്ട്, പിതാക്കന്മാർ മരണത്താൽ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ ഒരാൾ വ്യത്യസ്തനായി നിൽക്കുക. കാരണം എന്താണെന്നറിയാമോ? അവന് ദൈവത്തോട് കൂടെ നടന്നു, അല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമുക്കതൊരു ദൃഷ്ടാന്തമാകാം കേട്ടോ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരാൾ ഒരിക്കലും ദൈവത്താൽ കൈവിടപ്പെട്ടു പോവുകയില്ല എന്നുള്ളതിനൊരു ഉറപ്പാണ് ഈ പകൽക്കാലം ആ വാക്യത്തിൽ നിന്ന് നമുക്ക് നൽകി തരുന്നത്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹാനോക്കിൻ്റെ സാക്ഷ്യത്തെക്കുറിച്ച് നാം ഈ പകൽക്കാലം കേട്ടു, അല്ലേ? അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പ് എല്ലാവരോടും സാക്ഷ്യം പ്രാപിച്ചു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു സാക്ഷ്യമുണ്ടോ? ഹാനോക്കിൻ്റെ അടുത്തൊരാൾ അല്ലെങ്കിൽ അവരുടെ നാട്ടുകാർ പറയുമായിരുന്നിരിക്കും, ഇങ്ങനെ ഞാൻ ഇമാജിനേഷനിൽ കാണുക, ഓ, ഹാനോക്കിൻ്റെ അടുത്ത് പോകണ്ട, അവൻ്റെ ജീവിതത്തിൽ ആകെ ഒരു ലക്ഷ്യമേ ഉള്ളെങ്കിൽ അത് എന്തായിരിക്കും? അത് കർത്താവിനെ പ്രസാദിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ട് അവൻ്റെ അടുത്തോട്ട് ഈ കാര്യവും പറഞ്ഞുകൊണ്ട് ആരും പോകണ്ടെന്നായിരിക്കും അവിടുത്തെ നാട്ടുകാരൊക്കെ പറഞ്ഞിരുന്നത്, അല്ലേ? അങ്ങനെ സാക്ഷ്യം പ്രാപിച്ച ഒരു മകൻ. ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ, മെതുശലേഹ് ജനിച്ചതിന് ശേഷം അവൻ 300 സംവത്സരം ദൈവത്തോട് കൂടെ നടന്നു വന്നു. മെതുശലേഹ് എന്ന വാക്കിൻ്റെ അർത്ഥം അവൻ്റെ മരണത്തിന് ശേഷം, അത് മെതുശലേഹ് എന്ന ആ ബാലൻ മരിക്കുന്നതിന് ശേഷം അവിടെ വെള്ളത്താൽ അല്ലെങ്കിൽ ഫ്ലഡിനാൽ ഒരു ജഡ്ജ്മെൻ്റ് ഉണ്ടാകുമെന്ന് ഒരു വെളിപ്പാട് അവന് ഉണ്ടായി. പ്രൈസ് ലോർഡ്. അപ്പോൾ മെതുശലേഹ് മരിക്കുന്ന സമയം ദൈവത്തിൻ്റെ ഒരു ജഡ്ജ്മെൻ്റ് അവിടെ ഉണ്ടാകാൻ പോകുന്നു എന്നൊരു അറിവ് ഹാനോക്കിനുണ്ടായി. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. യൂദായുടെ ലേഖനം 15-16 ആ വാക്യങ്ങളൊന്ന് വായിക്കാമോ? ഒരു പ്രവാചകനായിട്ട് നമുക്ക് ഹാനോക്കിനെ അവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഹാനോക്ക് പറയുന്ന 1-2 കാര്യങ്ങൾ അവിടെ വ്യക്തമായി പറയുന്നുണ്ട്. യൂദായുടെ ലേഖനം 15-16 വാക്യങ്ങൾ. പ്രൈസ് ലോർഡ്. അത് മലയാളത്തിൽ കൂടെ വായിക്കാമോ? എന്ന് പ്രവചിച്ചു, അല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ ഒരു പ്രവചനത്തെ കൂടെ ഹാനോക്കിനെ കുറിച്ച് വളരെ ചുരുക്കം വാക്യങ്ങളെ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്നാൽ താൻ ഒരു കാര്യം പ്രവചിച്ചതായിട്ട് ഇവിടെ പറയപ്പെടുന്നുണ്ട്, അല്ലേ? പ്രൈസ് ലോർഡ്. എന്താ പറഞ്ഞത്? ഹല്ലേലൂയ. എല്ലാവരെയും വിധിപ്പാനും പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. തനിക്കൊരു വെളിപ്പാട് ലഭിച്ചു, അല്ലേ? മെതുശലേഹ് ഉണ്ടായതിനു ശേഷം ദൈവം ലോകത്തെ വിധിപ്പാൻ വരുന്നു, അല്ലേ? ഭക്തി കെട്ടവരെ വിധിപ്പാനായിട്ട് ദൈവം വരുന്നുവെന്ന് വിധിച്ചു. എന്നാൽ അങ്ങനെ ഭയപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു ഹാനോക്കിന് സംഭവിച്ചതെന്നറിയാമോ? ബൈബിളിലെ ഏറ്റവും ആയുസ്സുള്ള ഒരു മനുഷ്യൻ ആരായിരുന്നു അറിയാമോ? മെതുശലേഹ് ആയിരുന്നു, അല്ലേ? അവൻ്റെ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നതാണ് അവനൊരു വെളിപ്പാടുണ്ടായത്? ഒരു പ്രളയത്താൽ ജനം വിധിക്കപ്പെടുമെന്ന് ഒരു വെളിപ്പാടുണ്ടായതിനു ശേഷമാണ് 300 സംവത്സരം ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നുവെന്ന് നമ്മൾ കാണപ്പെടുന്നു, അല്ലേ? എന്നാൽ ഏറ്റവും ആയുസ്സുള്ള ഒരാളാരായിരുന്നു വചനപ്രകാരം, അല്ലെങ്കിൽ വചനത്തിൽ ഏറ്റവും ആയുസ്സുള്ള ആളാരാണ്? മെതുശലേഹാണ്, അല്ലേ? പ്രൈസ് ലോർഡ്. മെതുശലേഹ് അവൻ്റെ അവസാന കാലങ്ങളിലാണ് ആരുണ്ടാകുന്നത്? നോഹ ഉണ്ടാകുന്നത്. നോഹയുടെ കാലത്താണ് എന്തുണ്ടാകുന്നത്? പ്രളയം ഉണ്ടാകുന്നത്. നോഹയും എന്തു പറ്റി? ദൈവത്തോട് കൂടെ നടന്നു. ഒരു മുഴുവൻ ജനവും നഷ്ടപ്പെട്ടപ്പോൾ ഒരാളും മാത്രം, അല്ലെങ്കിൽ ആ ഒരു കുടുംബം മാത്രം ദൈവത്താൽ വിടുവിക്കപ്പെട്ടു, അല്ലേ? പ്രൈസ് ലോർഡ്. അപ്പോൾ ദൈവത്തോട് കൂടെ നടന്ന 2 പേരെ നാം ഇവിടെ കാണുക. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. മരിക്കുന്നവരുടെ ഇടയിൽ നിന്ന് ഹാനോക്ക്
ജീവനോടെ എടുക്കപ്പെട്ടു. നശിച്ചു പോകുന്നവരുടെ കൂട്ടത്തിൽ നിന്ന് നോഹ വിടുവിക്കപ്പെടുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവമക്കളെ, നാമും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായി ജീവിച്ചാൽ ദൈവം നമ്മളെ ഒരു നാളും തള്ളിക്കളയുന്ന ദൈവമല്ല എന്ന് ഈ പകൽക്കാലം ഞാൻ നിങ്ങളോട് വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുവാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ ഞാൻ പറഞ്ഞു വന്നായിരുന്നു കർത്താവിൻ്റെ കൂടെ നടക്കുന്ന കാര്യം. ഇറ്റ്സ് നോട്ട് വെരി ഈസി. ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ആമോസിലൊരു വാക്യമുണ്ട്, 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കുമോ? 2 പേർ തമ്മിൽ ഒത്തിട്ടല്ലാതെ ഒരുമിച്ച് നടക്കാൻ പറ്റത്തില്ല, അല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ രാവിലെ പോയ ചർച്ചിലും അവിടുത്തെ ദേവദാസൻ 2 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രാർത്ഥിക്കുന്നതിന് തുടങ്ങുന്നതിന് മുമ്പ് കൈ പിടിച്ച് നിർത്തിയിട്ട് പ്രാർത്ഥിപ്പാനിടയായി. 2 പേർ അങ്ങോട്ടും ഇങ്ങോട്ടും, അടുത്തടുത്ത് നിൽക്കുന്ന 2 പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നിർത്തി കൈ പിടിപ്പിച്ച് അവരുടെ വിഷയങ്ങളെ ചോദിച്ച് പ്രാർത്ഥിപ്പാനിടയായി. പ്രൈസ് ലോർഡ്. താൻ അന്നേരം ഈ വാക്യം ഉദ്ധരിച്ചു. ദൈവം എനിക്ക് തന്ന ഒരു ബോധ്യമായിരുന്നു എന്ന് പിന്നെ മനസ്സിലാക്കുവാനിടയായി. പ്രൈസ് ലോർഡ്. 2 പേർ ഒരുമിച്ചിട്ടല്ലാതെ നമുക്ക് ഒരുമിച്ച് നടക്കുവാൻ കഴിയത്തില്ല. പ്രൈസ് ലോർഡ്. ദൈവത്തോട് ഒരുമിക്കാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? കർത്താവിൻ്റെ കൂടെ നടക്കാൻ പറ്റത്തില്ല. പ്രൈസ് ലോർഡ്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് തിങ് എന്നാണ് പിശാച് നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഇത് സംഭവിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. ഏറ്റവും ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ് ജീവിതത്തിൽ എന്നാണ് പറയുന്നത്, കർത്താവിൻ്റെ കൂടെ നടക്കാൻ. എന്നാൽ വചനം നമ്മളെ പഠിപ്പിക്കുന്നത് അങ്ങനെയല്ല. പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ടെങ്കിൽ കർത്താവിൻ്റെ കൂടെ നമുക്ക് നടക്കാനായിട്ട് കഴിയും. പ്രൈസ് ലോർഡ്. ഞാനൊരു ഉദാഹരണത്തിൽ കൂടെ ഞാൻ ഉദാഹരണത്തിൽ നിങ്ങളുടെ ആ ചിന്ത നിങ്ങളിലേക്ക് എത്തിക്കുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഇന്ന് നമ്മുടെ മധ്യേ ഉണ്ടെന്ന് വിചാരിക്കുക. ആൾ രൂപമായി കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ മധ്യയുണ്ട്. നാം ഇന്ന് കടന്നു പോകുമ്പോൾ കർത്താവ് നമ്മുടെ കൈ പിടിക്കുന്നു എന്നാണ് നമ്മൾ പലപ്പോഴും സാക്ഷ്യം പറയുന്നത്. ഞാൻ കർത്താവ് കഴിഞ്ഞ ആഴ്ച എൻ്റെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കഴിഞ്ഞ ആഴ്ച ഞാനും സാക്ഷ്യം പറഞ്ഞ ആളാണ്, അല്ലേ? കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെന്ന് പറയാൻ എളുപ്പമാണ്. കർത്താവിൻ്റെ കരുണയാണ് നമ്മുടെ കൂടെ നടക്കുന്നത്. എന്നാൽ കർത്താവിൻ്റെ കൂടെ നാം നടക്കുന്ന കാര്യം ഇറ്റ്സ് നോട്ട് വെരി ഈസി. പ്രൈസ് ലോർഡ്. നമ്മളിലുള്ള ചിലതൊക്കെ കളഞ്ഞിട്ടേ കർത്താവിൻ്റെ കൂടെ നമുക്ക് നടക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. തയ്യാറാണോ ഈ പകൽക്കാലം? ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൃഷ്ടാന്തമായി നമ്മുടെ മുമ്പിൽ ഒരു പഴയ നിയമ ഇസ്രായേൽ കിടപ്പുണ്ട്. ഒരാൾക്കും കർത്താവിനെ പ്രസാദിപ്പാൻ കഴിഞ്ഞില്ല. പിറുപിറുപ്പും എന്താ പറയുക, ദുർമോഹവും വിഗ്രഹാരാധനയും ഒക്കെ കാരണം അവരെന്ത് ചെയ്തു? മരുഭൂമിയിൽ തള്ളപ്പെട്ടു. പ്രൈസ് ലോർഡ്. പ്രിയപ്പെട്ടവരെ, നാം നമ്മുടെ ജീവിതത്തിൽ ചെറുതെന്ന് ചിന്തിക്കുന്ന പല പാപങ്ങളും നമ്മളെ കർത്താവിൽ നിന്ന് അകറ്റുന്നതാണെന്ന് മനസ്സിലാക്കണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കഴിഞ്ഞ തവണ ഞാൻ പ്രസംഗിച്ചപ്പോഴാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഒരു കാര്യം പറയാനുണ്ടായി. ചെറിയ കല്ലാണെങ്കിലും വലിയ കല്ലാണെങ്കിലും വെള്ളത്തിലിട്ടാൽ എന്ത് പറ്റും? അത് താണുപോകും. അപ്പോൾ ചെറിയ പാപമെന്നോ വലിയ പാപമെന്നോ ഇല്ല. നാം പാപം ചെയ്യുന്നുവെങ്കിൽ അതിൻ്റെ ശമ്പളം എന്താ? മരണമാണ്. പ്രൈസ് ലോർഡ്. അത് ഈ പകൽക്കാലം എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഉൾപ്പെടെ, ഞാനങ്ങ് വിശുദ്ധനായതുകൊണ്ട് നിങ്ങളെ പ്രബോധിപ്പിക്കണമെന്ന് ചിന്തിക്കരുത്. പ്രൈസ് ലോർഡ്. നാം ചെയ്യുന്ന ഓരോ ചെറിയ പാപത്തിനും ശിക്ഷ മരണമാണെന്ന് നാം അറിയണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ നടക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരാൾ പാപവഴികളിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയണമെന്ന് ഈ പകൽക്കാലം ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. എങ്ങനെ കർത്താവിനെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? ഹല്ലേലൂയ. നാം ഉറക്കെ ഒരു സ്തോത്രം പറഞ്ഞാൽ കർത്താവിന് പ്രസാദമാകുമോ? ഏറ്റവും കൂടുതൽ ടൈറ്റ് ഇടുന്ന ഒരാൾക്ക് ദൈവത്തിന് പ്രസാദമാകുമോ? ഹല്ലേലൂയ. സ്നാനപ്പെട്ടാൽ ദൈവത്തിന് പ്രസാദമാവണോ? ഹല്ലേലൂയ. ഒത്തിരി നന്മകൾ ചെയ്യുന്ന ഒരാളാണ്. അനേകർക്ക് ദാനധർമ്മങ്ങൾ ചെയ്യുന്ന, നമ്മുടെ നന്മകളിൽ നിന്ന് അനേകരെ സഹായിക്കുന്ന ഒരാളാണ്. കർത്താവ് പ്രസാദിക്കുമോ ഇക്കാര്യത്തിൽ? കർത്താവേ എന്ന് പറയുന്നവനല്ല, എന്താ പറയുന്നേ? ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെ, അല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവേ എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നത് കൊണ്ടോ നമ്മൾ പല കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ടോ കർത്താവ് നമ്മളെ അറിയണമെന്നില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? കർത്താവ് ചേർക്കത്തുള്ളൂ, അല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒരു വാക്യം ഇങ്ങനെയുണ്ടല്ലോ, ഈ ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, എന്നാൽ ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്ത് ചെയ്യും? എന്നേക്കും നിലനിൽക്കും. പ്രൈസ് ലോർഡ്. ദൈവ ഇഷ്ടം ചെയ്യുന്നവൻ എന്താ പറ്റുന്നത്? എന്നേക്കും നിലനിൽക്കുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. അതുതന്നെയല്ലേ അവിടെ സംഭവിച്ചത്? ഹാനോക്കിൻ്റെ കാര്യത്തിലും നോഹയുടെ കാര്യത്തിലും അത് തന്നെയാണ് നമ്മൾ കണ്ടത്, അല്ലേ? പ്രൈസ് ലോർഡ്. ദൈവ ഇഷ്ടം ചെയ്യാത്ത എല്ലാവരും നശിക്കപ്പെട്ടു, അല്ലെങ്കിൽ അവരെ ദൈവം നശിപ്പിച്ചു. എന്നാൽ ദൈവ ഇഷ്ടം ചെയ്ത 2 പേരെ ദൈവം എന്ത് ചെയ്തു? They were protected separately. അവരെ ദൈവം പ്രത്യേകമായി ടേക്ക് കെയർ ചെയ്തു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ പകൽക്കാലം ദൈവം
അവൻ്റെ കൂടെ നടക്കാൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്യുക. റെഡിയാണോ നമ്മൾ? പ്രൈസ് ലോഡ്. ഈ പോകുന്ന പോക്ക് ഞാൻ എന്നെ കണ്ടിട്ട് പറയുക, ഈ പോകുന്ന പോക്കാണെങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ നിന്ന് അടി മേടിച്ച് ഞാൻ കൂട്ടും. അങ്ങനെ ചിന്തയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? എൻ്റെ ഈ പോക്ക് പോയിട്ട് ഞാൻ കർത്താവിൻ്റെ കയ്യിൽ കയറി പിടിച്ചിട്ട് കർത്താവിൻ്റെ കൂടെ പോകാനാണ് ഇന്ന് തീരുമാനിക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ നിർബന്ധമായി അടിച്ചിരിക്കും, അല്ലേ? നമ്മൾ ചെറുതും വലുതും ചിന്തിക്കുന്ന പല കാര്യങ്ങളും കർത്താവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളാണ്. പ്രൈസ് ലോഡ്. ഹല്ലേലൂയ. ഒരു എന്താ പറയുക, ഒരു ഗൗരവം അതിന് ഈ പകൽക്കാലം കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? പ്രൈസ് ലോഡ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരത്തിൽ ഈ പകൽക്കാലം പിടിച്ച് നാം നടന്നു പോകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമുക്ക് ചിലതൊക്കെ വേണ്ടെന്ന് വെക്കേണ്ടി വരും. പ്രൈസ് ലോഡ്. നമ്മുടെ നോട്ടങ്ങൾ ചിലത് വേണ്ടെന്ന് വെക്കേണ്ടി വരും. നമ്മുടെ ചിന്തകൾ ചിലത് വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഹല്ലേലൂയ. നമ്മുടെ വഴികൾ ചിലത് വേണ്ടെന്ന് വെക്കേണ്ടി വരും. ഹല്ലേലൂയ. മാനസാന്തരമില്ലാതെ, അല്ലെങ്കിൽ നമുക്കൊരു മനസ്സൊരുക്കമില്ലാതെ, ഒരു തിരിവില്ലാതെ കർത്താവിൻ്റെ അടുക്കൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ കയ്യിൽ പിടിച്ച് ഈ പകൽക്കാലം പോകാൻ കഴിയില്ല എന്ന് ഞാൻ ദൈവനാമത്തിൽ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പ്രൈസ് ലോഡ്. ഈ പകൽക്കാലം കർത്താവിലേക്ക് മടങ്ങി വരുവാൻ ഒരവസരമായി ദൈവം എന്നിൽ കൂടെ നിങ്ങളോട് സംസാരിക്കുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകണം. പ്രൈസ് ലോഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോഡ്. ഹല്ലേലൂയ. പ്രൈസ് ലോഡ്. ഹല്ലേലൂയ. ഒരുമിച്ച് നടക്കുന്ന കാര്യം ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ചില കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് ഒരുമിച്ച് രണ്ടുപേർ കൂടെ ഒരുമിച്ച്, ഞാൻ പറഞ്ഞ ആദ്യം ഒരു വാക്യം പറഞ്ഞായിരുന്നല്ലോ, രണ്ടുപേർ ഒരുമിച്ചിട്ടല്ലാതെ അല്ലെങ്കിൽ രണ്ടുപേർ ഒത്തിട്ടല്ലാതെ അവർക്ക് ഒരുമിച്ച് നടക്കാൻ കഴിയത്തില്ല. എന്നാൽ ഒരുമിച്ച് നടക്കുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? കർത്താവിൻ്റെ കൂടെ നാം നടക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? നിങ്ങൾ ഏറ്റവും അടുത്ത ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ കൂടെ ഒരാൾ നടന്നു പോവുക, അവർ മിണ്ടാതെയാണോ നടന്നു പോകുന്നത്? അല്ലേ? അവർ കാര്യങ്ങൾ പിടിച്ച് എന്തെല്ലാം കാര്യങ്ങൾ പറയും, അല്ലേ? കർത്താവ് തൻ്റെ ഹൃദയത്തിലുള്ളതൊക്കെ വെളിപ്പെടുത്തുന്ന ഒരു സമയമാണ് കർത്താവിൻ്റെ കൂടെ നാം നടന്നു പോകുമ്പോൾ, അല്ലേ? കഴിഞ്ഞ ആഴ്ചകളിൽ നമ്മൾ കേട്ടു വെളിപ്പാടുകളെക്കുറിച്ച്. ചിലർക്ക് ഗ്രേറ്റ് റെവലേഷൻ കിട്ടിയതിനെക്കുറിച്ച് റോൺ ജാൻ നന്നായി പറഞ്ഞു, അല്ലേ? പ്രൈസ് ലോഡ്. അതെൻ്റെ ജീവിതത്തിലൊരു അനുഗ്രഹമായിരുന്നു. കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ എന്ത് ചെയ്യും? ചില വെളിപ്പാടുകൾ കിട്ടും. ആ വെളിപ്പാടുകൾ അതിന് പുറകിൽ നാം നടന്നാൽ എന്ത് ചെയ്യും? ദൈവം നമ്മളെ നിശ്ചയമായും അനുഗ്രഹിക്കുമെന്ന് നാം മനസ്സിലാക്കണം. പ്രൈസ് ലോഡ്. കൂടെ നടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ച്, പകൽക്കാലം കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ചിട്ടൊന്ന് സങ്കല്പിച്ച് കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ച് നമ്മൾക്ക് നടന്നു പോവുക. നമ്മൾ തമ്മിൽ, അല്ലെങ്കിൽ വി വിൽ ഗെറ്റ് ടു നോ ഈച്ച് അതർ. കർത്താവിന് നമ്മളെ നന്നായിട്ട് അറിയാം, ദൂരത്തുനിന്ന് കാര്യങ്ങൾ അറിയാം, നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ വഴികൾ അറിയാം. കർത്താവിന് നമുക്ക് കർത്താവിനെ അറിയാനുള്ളൊരു അവസരമാകും അവൻ്റെ കൂടെ നടന്നു പോകുമ്പോൾ. പ്രൈസ് ലോർഡ്. റെഡിയാണോ ഈ പകൽക്കാലം അത് ചെയ്യാൻ, കർത്താവിൻ്റെ കൂടെ നടക്കാൻ? ഹല്ലേലൂയ. കർത്താവിൻ്റെ ഇഷ്ടം എന്താണെന്ന് കർത്താവിൻ്റെ കരങ്ങൾ പിടിച്ച് നാം നടക്കുമ്പോൾ മനസ്സിലാവും നമുക്കല്ലേ? നമ്മുടെ കൂട്ടുകാരൻ ഏത് ഇഷ്ടപ്രകാരം നടക്കുന്ന ആളാണെന്ന് എന്ത് ചെയ്യും? നമുക്ക് ഒരാളുടെ കൂടെ നടക്കുമ്പോൾ മനസ്സിലാവും. കുറച്ച് നാൾ അവർ ഒരുമിച്ച് നടക്കുമ്പോൾ, ഇപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരായി ജീവിക്കുന്നവരാണല്ലോ, പല കുടുംബങ്ങളായി നമ്മൾ താമസിക്കുന്നവരാണല്ലോ എല്ലാവരും. പ്രൈസ് ലോർഡ്. ഇത്ര നാളായി നമ്മൾ ഒരുമിച്ച് താമസിക്കുമ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഇഷ്ടം അല്ലെങ്കിൽ ഭാര്യയുടെ ഇഷ്ടം നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നുണ്ട്. എന്താ കാര്യം? നിങ്ങൾ ഒരുമിച്ചാണ്, അല്ലേ? എപ്പോഴും ഒരുമിച്ചാണ് നിങ്ങൾ. അപ്പോൾ കർത്താവിൻ്റെ ഇഷ്ടം നമുക്കറിയാൻ എന്ത് പറ്റും? സാധിക്കും, അല്ലേ? പ്രൈസ് ലോർഡ്. മൂന്നാമത്തെ ഒരു കാര്യം ഞാൻ അതിൽ കണ്ടത് എന്താണെന്നറിയാമോ? ഹി ഗൈഡ് മീ ടു ദ റൈറ്റ് പാത്ത്. നമുക്ക് വഴി തെറ്റായിരിക്കും, കർത്താവിൻ്റെ കരങ്ങൾ പിടിക്കാം, നമ്മൾ കർത്താവിൻ്റെ കൂടെ അങ്ങ് പോവുക. നമ്മളെ നടത്തുന്ന വഴികൾ എന്തായിരിക്കും? അത് കറക്റ്റായിരിക്കും, വളരെ കറക്റ്റായിരിക്കും. എന്നാൽ സങ്കീർത്തനത്തിൽ നാം ഇങ്ങനെ ഒരു വാക്യം കാണുന്നുണ്ട്, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. പിന്നെ എന്താ പറഞ്ഞേക്കുന്നത്? ഞാൻ നിൻ്റെ മേൽ ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരും. പ്രൈസ് ലോർഡ്. ഹി വിൽ ഗൈഡ് അസ്. അപ്പം നമ്മൾ അവൻ്റെ കരങ്ങൾ പിടിച്ച് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യപ്പെടുക? ദൈവത്താൽ ഗൈഡ് ചെയ്യപ്പെടുക. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അടുത്ത കാര്യം ഞാൻ ചിന്തിച്ചത്, ദൈവികമായ ഒരു പ്രൊട്ടക്ഷൻ നമുക്ക് ഉണ്ട്. പ്രൈസ് ലോർഡ്. ചെറുതാണോ ആ കാര്യം? കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോൾ കിട്ടുന്ന പ്രൊട്ടക്ഷൻ ചെറുതാണോ? ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഒരു വാക്കുകൊണ്ട് സകലത്തെയും ഉളവാക്കിയ ദൈവം. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലവും സങ്കീർത്തനത്തിൽ നാം കേട്ടു, എൻ്റെ സഹായം എവിടെ നിന്ന് വരുന്നു? ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവ, അല്ലേ? പ്രൈസ് ലോർഡ്. യെശയ്യാവ് യിരെമ്യാവിലൊക്കെ ഒരു വാക്യം ഞാനിങ്ങനെ കാണുവാൻ ഇടയായിട്ടുണ്ട്. അവന് മണൽ കൊണ്ട് എന്ത് ചെയ്തിരിക്കുക? അതിര് വരച്ചിരിക്കുക. ആർക്ക്? സമുദ്രങ്ങൾക്ക്, അല്ലേ? പ്രൈസ്. ഇത്ര ഭയങ്കരനായ ഒരു ദൈവത്തെ നാം ആരാധിക്കുന്നത്. അവൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ടെങ്കിൽ ഇറ്റ്സ് നോട്ട് എ വെരി സിമ്പിൾ തിങ്. ഹല്ലേലൂയ. ധൈര്യപ്പെടാം നമുക്ക് കർത്താവിൽ. ഒറ്റ വാക്കുകൊണ്ട് സകലവും ഉളവാക്കിയ, നമ്മളെ സ്നേഹിച്ച കർത്താവിനെ നമുക്ക് നൽകി തന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, ഇറ്റ്സ് എ ബിഗ് പ്രൊട്ടക്ഷൻ. ആർക്കും നമ്മളോടൊന്നും ചെയ്യാൻ കഴിയത്തില്ല എന്ന് ഈ പകൽക്കാലം ദൈവമക്കളെ ഞാൻ നിങ്ങളെ ഓർപ്പിക്കട്ടെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നാം കടന്നു പോകുന്ന പ്രയാസങ്ങളിൽ എന്തുണ്ടാവും? കംഫർട്ട് ഉണ്ടാവും, അല്ലേ?
നമ്മൾ ഒരുമിച്ച് നടന്നു പോകുന്ന ഒരാളാണ്. നമ്മുടെ വിഷമങ്ങൾ പറഞ്ഞാൽ എന്താ ചെയ്യുക? നമുക്കൊരു ആശ്വാസം കിട്ടും. പലരോടും നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയാൻ പറ്റത്തില്ല ഈ ഒരു കാലങ്ങളിൽ, അല്ലേ? അവർ നമ്മൾ ഏത് രീതിയിൽ എടുക്കുമെന്ന് അറിയത്തില്ല. അതുകൊണ്ട് പലരും എന്ത് ചെയ്യുക? ആരോടും ഒന്നും പറയാതെ എല്ലാം മറച്ചു വെച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഏൽപ്പിക്കുക. പലരും അങ്ങനെ പലരും ഉണ്ടെന്ന് എനിക്കറിയാം ഈ പകൽക്കാലം എന്നെ കേൾക്കുന്നവരില്ല. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിനോടൊരു കാര്യം പറഞ്ഞാൽ അവൻ നിങ്ങളെ എന്ത് ചെയ്യും? ഹി വിൽ ഡെഫിനറ്റ്ലി കംഫേർട്ട് യു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവൻ കടന്നുപോയ ഇടങ്ങളിലൊക്കെ അവൻ എന്താ ചെയ്തത്? അവൻ മനസ്സലിഞ്ഞ എന്ത് ചെയ്തേ? പലരെയും സൗഖ്യമാക്കിയത്, അല്ലേ? പ്രൈസ് ലോർഡ്. അവൻ്റെ ഐഹിക ശുശ്രൂഷ കാലത്ത് എന്താ നടന്നത്? യേശു നടന്നു പോകുന്ന വഴികളിലൊക്കെ എന്താ ചെയ്യുന്നത്? അവൻ മനസ്സലിഞ്ഞിട്ട് ആളുകളോട് എന്ത് ചെയ്യുന്നത്? അവരെ സൗഖ്യമാക്കുന്നത്. അപ്പം ദൈവം നമ്മളോടും ഈ പകൽക്കാലം മനസ്സലിയുമെന്നും നമ്മുടെ വിഷയങ്ങൾക്ക് അവനൊരു കംഫർട്ടായിരിക്കുമെന്നും ഈ പകൽക്കാലം നാം അറിഞ്ഞിരിക്കണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പിന്നെ ഒരു കാര്യം ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയാമോ? ഏത് സാഹചര്യമാണെങ്കിലും എന്ത് ചെയ്യണ്ട? ഭയപ്പെടേണ്ട. ലെറ്റ് ഇറ്റ് ബി എനി സിറ്റുവേഷൻ. കർത്താവിൻ്റെ കരങ്ങൾ നമ്മൾ പിടിച്ചു പോവുകയാണെങ്കിൽ എന്നാ വേണ്ടേ? ഒരു ഭയവും വേണ്ട, അല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ലെറ്റ് ഇറ്റ് ബി എനി സിറ്റുവേഷൻ, ലെറ്റ് ഇറ്റ് ബി വാട്ട് എവർ ഇമ്പോസിബിൾ തിങ്സ് വിച്ച് ആർ ഇൻ ഫ്രണ്ട് ഓഫ് അസ്, ഡോണ്ട് വറി. പ്രൈസ് ലോർഡ്. ഭയപ്പെടേണ്ട. ഞാനോ ലോകാവസാനത്തോളം നിങ്ങളോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാനതിനെ പുലർത്താം. പ്രൈസ് ലോർഡ്. അതൊക്കെ വാഗ്ദത്തങ്ങളാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, അല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സാഹചര്യം ഏതായാലും ഭയപ്പെടേണ്ട. ഹി ക്യാൻ മേക്ക് തിങ്സ് റൈറ്റ്. സാഹചര്യങ്ങൾ എത്ര കോംപ്ലിക്കേറ്റഡ് ആയതാണേലും ജീവിതത്തിൽ അഭിമുഖീകരിക്കുന്ന ഏത് പ്രശ്നങ്ങളും, യു തിങ്ക് ദർ ഇസ് നോ വേ ഔട്ട്, അങ്ങനെ ചിന്തിക്കുന്ന ആ സാഹചര്യങ്ങളുണ്ടെങ്കിലും കർത്താവിൻ്റെ കരങ്ങൾ കൊടുക്കുക. ഹി വിൽ മേക്ക് ഇറ്റ് ബ്യൂട്ടിഫുൾ ആൻഡ് ഗിവ് ഇറ്റ് ബാക്ക് ടു യു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. സന്തോഷമുണ്ടോ കർത്താവിൻ്റെ കൂടെ നടക്കാൻ? ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കൂട്ടുകാരൊക്കെ നമ്മൾ പല സാഹചര്യങ്ങളിൽ പല രീതിയിലാണ് നമ്മളോട് ഇടപെടുന്നത്, അല്ലേ? സാഹചര്യത്താലുള്ള അല്ലെങ്കിൽ വ്യത്യാസം അവരുടെ സംസാരങ്ങളിൽ, നമ്മളിപ്പം ഒന്ന് കയർത്ത് സംസാരിച്ചാൽ അല്ലെങ്കിൽ നമ്മളിൽ നിന്നൊരു തെറ്റ് അവരുടെ സന്നിധിയിൽ അവർക്കുണ്ടായാൽ, ഒരു വിഷമം അവർക്കുണ്ടായാൽ അവർ പിന്നെ ഇടപെടുന്നത് വേറെ രീതിയിലായിരിക്കും. ശരിയല്ലേ? ജീവിതത്തിലെല്ലാം അങ്ങനെ ഒരു അനുഭവങ്ങൾ അനുഭവിച്ചവരായിരിക്കുമല്ലോ നമ്മളെല്ലാവരും. നമ്മുടെ വാക്കുകൾ കൊണ്ടോ നമ്മുടെ പ്രവൃത്തികൾ കൊണ്ടോ ആർക്കെങ്കിലും വേദനപ്പെട്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർ നമ്മളോട് സംസാരിക്കുന്ന വേറെ രീതിയിലായിരിക്കും. എന്നാൽ കർത്താവിൻ്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ അവന് ഗതിഭേദത്താലുള്ള ആച്ഛാദനമില്ല എന്ന് വചനത്തിൽ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഹീ ഈസ് എ പേഴ്സൺ ഹു ഡസ് ഇൻ ചേഞ്ച്. നാം മാറിയാലേ ഉള്ളൂ, കർത്താവ് ഒരിക്കലും മാറത്തില്ല. ഇത്ര നല്ലൊരാളുടെ കൂടെ നാം നടക്കുന്നതെന്ന് ഈ പകൽക്കാലം അറിഞ്ഞോണം കേട്ടോ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. നമുക്ക് പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഒന്ന് യോഹന്നാൻ അതിൻ്റെ 1-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? വേഗം. ഞാൻ വേഗം എൻ്റെ ചിന്തയിൽ നിരുപ്പാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്. 1 യോഹന്നാൻ 1:5. നിങ്ങളോട് അറിയിക്കുന്ന ദൂതാകുന്നു. അവനോട് കൂട്ടായ്മ ഉണ്ടെന്ന് പറയുകയും ഇരുട്ടിൽ നടക്കുകയും ചെയ്താൽ നാം ഭോഷ്ക് പറയുന്നു, സത്യം പ്രവർത്തിക്കുന്നതുമില്ല. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ ഭാഗത്ത് നിന്നുകൊണ്ട് 1-2 കാര്യങ്ങൾ യോഹന്നാൻ പറഞ്ഞിട്ട് ഞാൻ ഇരുപ്പാൻ ആഗ്രഹിക്കുക. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ നടക്കാൻ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ കർത്താവ് നമ്മൾ ഈ പകൽക്കാലം അവൻ്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നൊരു പകലാണ്. നാം റെഡിയാണോ എന്നാണ് ചോദ്യം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ഈ ഭാഗത്ത് നാം കണ്ടത് അവൻ്റെ കൂട്ടായ്മയിൽ നടക്കണം, അല്ലേ? പ്രൈസ് ലോർഡ്. അവൻ വെളിച്ചത്തിലിരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നുവെങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. പ്രൈസ് ലോർഡ്. യോഹന്നാൻ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഇവിടെ ഒരു ഇൻവിറ്റേഷൻ തരിക, ഒരു ഓപ്പൺ ഇൻവിറ്റേഷൻ തരിക, കർത്താവിൻ്റെ കൂടെ നാം നടക്കാനും അവനോട് കൂട്ടായ്മ ആചരിക്കാനും. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനോട് കൂട്ടായ്മ ആചരിക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കർത്താവിനോട് കൂടെ നടക്കുന്നതിന് മുമ്പ് 2 കാര്യങ്ങൾ കറക്റ്റ് ചെയ്യപ്പെടണം. ഒന്ന്, നമ്മുടെ റിലേഷൻഷിപ്പ് ഷുഡ് ബി കറക്റ്റ്, അല്ലേ? ബന്ധം എന്ത് ചെയ്യണം? പുനഃസ്ഥാപിക്കപ്പെടണം, അല്ലേ? അത് ഏഡനിൽ എന്താ സംഭവിച്ചത്? കർത്താവുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെട്ടു, അല്ലേ? ഫിസിക്കലായിട്ട് എല്ലാ വെയിലാറുന്ന സമയത്ത് അവന് തോട്ടത്തിൽ നടക്കുവാൻ വരും, അല്ലേ? ആദമേ ആദമേ എന്ന് വിളിച്ച് അവനോട് കൂട്ടായ്മ ആചരിക്കാൻ ആഗ്രഹിച്ച ഒരാളാണ്. പാപം ചെയ്തപ്പോൾ എന്ത് പറ്റി? അവനെ അവിടുന്ന് പുറത്താക്കി. ഈ ഒരു ബന്ധം നഷ്ടപ്പെട്ടു. കർത്താവിൻ്റെ അടുത്ത പദ്ധതി എന്തായിരുന്നു അറിയാമോ? ഈ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുവാനായിട്ട്
ഉള്ള പദ്ധതികളെ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു. എന്താ ചെയ്തത്? അൾട്ടിമേറ്റ്ലി നമുക്കറിയാം, നമുക്ക് ഈ പകൽക്കാലം ഇവിടെ ഇരിക്കുന്നത് കർത്താവ് നമ്മളെ രക്ഷിച്ചതുകൊണ്ടും കർത്താവിൻ്റെ രക്തത്തിൽ നമ്മൾ വിശ്വസിച്ചതുകൊണ്ടും അവൻ്റെ മരണത്തെ നമ്മൾ എന്ത് ചെയ്തു? അവനോട് ഏകീഭവിച്ചതുകൊണ്ടൊക്കെയാണ് അല്ലേ? പ്രൈസ് ലോർഡ്. അവൻ നമ്മെ നീതീകരിച്ചതുകൊണ്ടാണ് നാം ഈ പകൽക്കാലം ഇവിടെ ആയിരിക്കുന്നത്. പ്രൈസ് ലോർഡ്. ദ ഫസ്റ്റ് തിങ് ബിഫോർ വി need to do or we need to do is to get back into the relationship what God expected out of us. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് എക്സ്പെക്ട് ചെയ്ത ആ റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ മടങ്ങി വരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. പ്രൈസ് ലോർഡ്. എന്നാൽ കൂട്ടായ്മ അതാണോ? നമുക്ക് ഒത്തിരി ബന്ധുക്കാരുണ്ട്. എല്ലാ ബന്ധുക്കാരെയും നമ്മൾ വിളിക്കാറുണ്ടോ? വർഷങ്ങളായിട്ട് ഇപ്പോൾ സംസാരിക്കാത്ത ബന്ധുക്കാരുണ്ടോ കൂടെ? ഫോൺ വിളിക്കാത്തവർ എത്ര പേരുണ്ട്? എനിക്കറിയാം ഒത്തിരി പേര്. ഒത്തിരി ബന്ധുക്കാരുണ്ട്. നമുക്ക് ബന്ധം പറയാനാണെങ്കിൽ റിലേഷൻഷിപ്പ് വെച്ചിട്ട് ഒത്തിരി പേരുണ്ട് നമുക്ക്. എന്നാൽ എല്ലാവരോടും നമ്മൾ സംസാരിക്കുന്നുണ്ടോ? അപ്പോൾ ദൈവം ആഗ്രഹിക്കുന്നത് ആദ്യം ബന്ധത്തിലേക്ക് വരിക. രണ്ടാമത്തെ കാര്യം എന്താണെന്നറിയാമോ? ടു ബി ഇൻ ഹിസ് ഫെലോഷിപ്പ്. കൂട്ടായ്മയിൽ ആയിരിക്കാനാണ് ദൈവം ആ ബന്ധത്തെ പുനഃസ്ഥാപിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ. ഈ ഒരു വാക്യത്തിൽ നമ്മൾ ഈ വായിച്ച ഭാഗം 1 യോഹന്നാൻ 1:5 വാക്യം മുതൽ നമ്മൾ വായിച്ചതിൽ 4 തവണ കൂട്ടായ്മ എന്നുള്ള പദം കാണാൻ കഴിയുന്നുണ്ട്. 4 തവണ. അതിൽ 3 തവണയും കർത്താവുമായുള്ള കൂട്ടായ്മയെക്കുറിച്ചാണ് പറയുന്നത്. സോ ബന്ധമുണ്ടെന്ന് പറഞ്ഞാൽ പോരാ, നമ്മൾക്ക് കൂട്ടായ്മയിൽ നടക്കുവാനാണ് ദൈവം നമ്മെക്കുറിച്ച് ഈ പകൽക്കാലം ആഗ്രഹിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. സോ റെഡിയാണോ? കർത്താവിനെ എനിക്കറിയാം എന്ന് പറയുന്നതാണോ? കർത്താവിനോടുള്ള കൂട്ടായ്മയിൽ നടക്കുന്നതാണോ നമുക്ക് സന്തോഷം? ഞാൻ പറഞ്ഞു, കർത്താവിനോട് നടന്നു കഴിഞ്ഞാലുള്ള പ്രിവിലേജസ്. ഞാൻ എൻ്റെ ചിന്തയിൽ ചിന്തിച്ച കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ, പ്രൊട്ടക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കർത്താവുമായിട്ടൊരു ബന്ധം എങ്ങനെയാണ് വേണ്ടത്? കൂട്ടായ്മയിലാണ് വേണ്ടത്. എല്ലാ ദിവസവും അവനോട് കൂടെ സഹകരിക്കുന്ന ഒരു അനുഭവം, എല്ലാ ദിവസവും അവനോട് കൂടെ സംസാരിക്കുന്ന ഒരു അനുഭവം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എല്ലാ ദിവസവും അവനിൽ നിന്ന് കേൾപ്പാൻ നമ്മൾ സമയം കണ്ടെത്തുന്ന ഒരു അനുഭവം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിലേ കർത്താവിൻ്റെ ഹൃദയത്തിലുള്ളത് എന്താണെന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയത്തുള്ളൂ. നന്മയും പ്രസാദവും പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് എന്ത് ചെയ്യണം? മനസ്സ് പുതുക്കണം, രൂപാന്തരപ്പെടണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അങ്ങനെ നന്മയും പ്രസാദവും പൂർണ്ണതയും ഒക്കെയുള്ള ദൈവഹിതം തിരിച്ചറിയണമെങ്കിൽ നാം എന്ത് ചെയ്യണം? കർത്താവുമായിട്ടൊരു ഫെലോഷിപ്പ് റിലേഷൻഷിപ്പിലേക്ക് നാം മടങ്ങി വരണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. 2, കർത്താവുമായി നടക്കാൻ ആഗ്രഹിക്കുമ്പോൾ അത്യാവശ്യമായി ചെയ്യേണ്ട രണ്ടാമത്തൊരു കാര്യം, കം ക്ലീൻ വിത്ത് ഗോഡ് ക്വിക്ക്ലി. ദൈവത്തോട് നാം പാപം ചെയ്യുന്നവരാ അല്ലേ? ഈ ജഡത്തിൽ വസിക്കുമ്പോൾ നാം എന്ത് ചെയ്യും? അറിഞ്ഞും അറിയാതെയും തെറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട്. ആരെങ്കിലും ഇവിടെ വിശുദ്ധന്മാരായിട്ടുള്ളവരുണ്ടോ? ഹല്ലേലൂയ. ഒരു തെറ്റും ചെയ്യാതെ ഈ പകൽക്കാലമായിരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മുടെ വാക്കുകളിലും നോട്ടത്തിലും നമ്മൾ അറിഞ്ഞും അറിയാതെയും ഒക്കെ നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ കാണാനിടയായി. ഹല്ലേലൂയ. നമ്മൾ ഇഗ്നറൻ്റായിട്ട് ചെയ്യുന്ന പല കാര്യങ്ങളും. പാട്ടുകൾ കേൾക്കാറുള്ളവരാ അല്ലേ എല്ലാവരും? ഞാൻ ഉൾപ്പെടെയുള്ളവർ കേൾക്കാറുള്ളവരാ. വണ്ടിയിലൊക്കെ പാട്ടുകൾ കേൾക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്? യൂട്യൂബിൽ നിന്ന് എന്ത് ചെയ്യും? MP3 ആയിട്ട് കൺവേർട്ട് ചെയ്ത്. ഞാൻ മാത്രമേ ചെയ്യത്തുള്ളൂ എനിക്കറിയത്തില്ല. നിങ്ങളുടെയൊക്കെ നോട്ടം കണ്ടിട്ട് അങ്ങനെ ആരും ചെയ്യാത്തവർ എവിടെ ഇരിക്കുന്നതെന്ന് തോന്നുന്നു. ഞാൻ മാത്രമേ അങ്ങനെ ചെയ്യുന്നുള്ളൂ തോന്നുന്നു. പക്ഷെങ്കിൽ ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. ഇങ്ങനെ ഒരാൾ അതിനെ ഇങ്ങനെ കമൻറ്റ് ചെയ്യുന്നത് കാണുവാനിടയായി. ആ കാര്യങ്ങൾ പോലും ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യമല്ല. എന്നാൽ എന്താണെന്നറിയാമോ കാര്യം? അവർ പൈസ മുടക്കി ഒരു CD ഇറക്കിയാലോ അല്ലെങ്കിൽ ഒരു കാസറ്റ് ഇറക്കിയാലോ അവർക്ക് ആ ഒരു മുതൽ മുടക്ക് ഇല്ലാതെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പൈറേറ്റ് ചെയ്ത കോപ്പീസ് നമ്മൾ എടുക്കുന്നത്. പ്രൈസ് ലോർഡ്. ആ ഒരു ചെറിയ കാര്യം പോലും കർത്താവിന് ഇഷ്ടമല്ല എന്നുള്ള കാര്യം ഈ പകൽക്കാലം എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഞാൻ മസ്കറ്റിലായിരുന്ന സമയത്ത് ഞങ്ങളുടെ ദേവദാസൻ അനിയൻ പാസ്റ്റർ ഇങ്ങനെ പറയായിരുന്നു, തൻ്റെ ഓഫീസിൽ ഇഷ്ടംപോലെ ഫ്രീ ഗിഫ്റ്റ്സ് കിട്ടുമായിരുന്നു. ഇഷ്ടംപോലെ ഫ്രീ ഗിഫ്റ്റ്സ്. യു ക്യാൻ ടേക്ക് എനിത്തിങ്. പേന ഉണ്ടായിരുന്നു, പെൻസിൽ ഉണ്ടായിരുന്നു. അവർ ഗുഡീസായിട്ട് കൊടുക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അവരുടെ ഓഫീസിലുണ്ടായിരുന്നു. എന്നാൽ താൻ പ്രസംഗിക്കുമ്പോൾ പറയും, അതിൽ ഒരു പേന പോലും അറിഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുപോകത്തില്ല. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയൊരു പ്രസംഗമായിരുന്നു തൻ്റെ ദേവദാസൻ്റെ. ഹല്ലേലൂയ. ഒരു പേന പോലും മറ്റുള്ള ഒരാളുടെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് പാപമാണെന്ന് ചിന്തിക്കുന്ന, അത്ര വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇപ്പം ഈ സമയത്തും നമ്മുടെ മധ്യം ഉണ്ടെന്നുള്ളത് നാം അറിയണം. പ്രൈസ് ലോർഡ്. നാം ഇഗ്നറൻ്റ് ആയി പോകരുത്. ചെറിയ ചെറിയ കാര്യങ്ങളിൽ നാം പിടിക്കപ്പെടും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതുപോലെ ചെറിയ പാപമാണെങ്കിലും വലിയ പാപമാണെങ്കിലും ഒറ്റ ശിക്ഷയുള്ളൂ, മരണമാണ്. സ്തോത്രം ചെയ്യുന്നു. Let us come out of all of these small things which, hallelujah, നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുന്ന പല കാര്യങ്ങൾ നമുക്ക് മടങ്ങി വരാം. പ്രൈസ് ലോർഡ്. നാം തെറ്റ് ചെയ്താൽ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, കം ക്ലീൻ വിത്ത് ഗോഡ് ക്വിക്ക്ലി. അത് വെച്ചോണ്ടിരിക്കാതെ കർത്താവിൻ്റെ സന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് ആ റിലേഷൻഷിപ്പിലേക്ക്, ആ ഫെലോഷിപ്പിലേക്ക് മടങ്ങി വരുവാൻ നാം എന്ത് ചെയ്യണം? തയ്യാറാകണം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആദ്യം പറഞ്ഞു
റിലേഷൻഷിപ്പ് പുനഃസ്ഥാപിക്കപ്പെടണം, ഫെലോഷിപ്പിലേക്ക് കണ്ടിന്യൂ ചെയ്യണം. ഫെലോഷിപ്പിൽ നടക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ വന്നാൽ എന്ത് ചെയ്യണം? കർത്താവിൻ്റെ സന്നിധിയിൽ അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. വചനത്തിൽ എങ്ങനെയാണ് പറയുന്നത്? ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അടുത്തത് എങ്ങനെയാ? അതിനകത്തൊരു വാക്യം ഇങ്ങനെ ഞാൻ കണ്ടിരുന്നു. എന്താ പറയുന്നത്? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അതേ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാണ് എന്ത് ചെയ്യുന്നത്? കരുണ ലഭിക്കുന്നത്, അല്ലേ? പ്രൈസ് ലോർഡ്. തൻ്റെ തെറ്റുകളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനേ ഉള്ളൂ എന്ത്? കരുണ. നാം തെറ്റാണെന്ന് അറിഞ്ഞിട്ട് അതിൽ കണ്ടിന്യൂ ചെയ്താൽ എന്ത് ചെയ്യില്ല? കരുണയില്ല. പ്രൈസ് ലോർഡ്. അപ്പം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിപ്പാനുള്ള മനസ്സും ഈ പകൽക്കാലം നമുക്ക് ദൈവം നൽകി തരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. 3, നാം തയ്യാറാകേണ്ട ഒരു കാര്യമുണ്ട്. കർത്താവിൻ്റെ കൂടെ നടക്കുമ്പോഴുണ്ടല്ലോ, ഹി വിൽ കറക്റ്റ് അസ്. ദൈവം നമ്മൾ എന്ത് ചെയ്യും? കറക്റ്റ് ചെയ്യും. ഒരു കറക്ഷൻ പ്രോസസ് ഇറ്റ്സ് നോട്ട് വെരി സിമ്പിൾ, അല്ലേ? കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും നാം അടി കൊടുക്കാറുണ്ട് പലപ്പോഴും. ഇവിടെ ഈ രാജ്യത്ത് പറ്റില്ല, എന്നാലും നാട്ടിലൊക്കെ ഉള്ളവരൊക്കെ എനിക്കൊക്കെ ഇഷ്ടം പോലെ കിട്ടിയിട്ടുണ്ട്. ഇത് കിട്ടാതെ വളർന്നവർക്കൊക്കെ അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടെന്നുള്ളത് ഞാൻ പലപ്പോഴും കാണാറുണ്ട്. അടി കിട്ടി വളർന്നവരൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? നശിച്ചു പോയിട്ടുണ്ടോ? എല്ലാവരും നന്നായിട്ടേ ഉള്ളൂ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് അടി മേടിക്കുന്നതും എന്താ ചെയ്യുന്നത്? ഒരു സന്തോഷമാണ്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? കർത്താവ് നമ്മളെ ശിക്ഷിക്കുന്നത്, അല്ലേ? കർത്താവ് വഴിയെ കൂടെ പോകുന്ന ഒരാളെ നാം ശിക്ഷിക്കാറുണ്ടോ? ആരെങ്കിലും വിളിക്കണം നടക്കുന്നു പോകുന്ന ഒരാളെ നമ്മളെന്താ, നമ്മുടെ മകൻ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ട ഒരാൾ ഒരു തെറ്റ് ചെയ്യുന്ന കണ്ടു കഴിഞ്ഞാൽ നമ്മൾ വഴക്ക് പറയും. നമ്മൾ ചിലപ്പോൾ അവരെ ശിക്ഷിക്കും. എന്താ കാര്യം? നമ്മൾ അവരെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മളെ എന്ത് ചെയ്യും? ചിലപ്പോൾ വഴക്ക് പറയും, ചിലപ്പോൾ നമ്മളെ കടി തരും. അതുകൊണ്ട് അവൻ നമ്മളെ തള്ളിക്കളഞ്ഞു എന്നല്ല അർത്ഥം. കർത്താവിൻ്റെ കൂടെ വീണ്ടും നടന്നു പോകാനായിട്ടാണ് കർത്താവ് നമ്മളെ, പ്രൈസ് ലോർഡ്, ഈ പ്രോസസ്സിൽ കൂടെ നടത്തുന്നത്. പ്രൈസ് ലോർഡ്. ദോഷമായിട്ടൊന്നും നമ്മുടെ താതൻ നമ്മളോട് എന്ത് ചെയ്യത്തില്ല. ഈ പകൽക്കാലം ആ കാര്യത്തിൽ ഉറപ്പുള്ളവരായിരിക്കാം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കൂടെ നടക്കുന്നവർക്ക് പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അവൻ വഴിയിലിട്ടിട്ട് പോകുന്ന ദൈവമല്ല കേട്ടോ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. നിത്യജീവൻ ലഭിക്കുക എന്നുള്ളതാണ് കർത്താവിൻ്റെ കൂടെ നടന്നാൽ നമുക്ക് കിട്ടുന്ന റിവാർഡ്. എറ്റേണൽ ലൈഫ്. നമ്മളൊക്കെ ഓടിയിറങ്ങിയതും ഈ വിശ്വാസത്തിൽ കടന്നു വന്നതും എന്തിനാ? നിത്യത ലക്ഷ്യമാക്കിയ, അല്ലേ? വേറെ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ നമുക്ക്? കർത്താവ് നമ്മളെ വീണ്ടെടുത്തത് എന്തിനാ? ആ റിക്കൺസിലേഷനിലേക്ക് കൊണ്ടുവന്നത് എന്തിനാ? നിത്യജീവൻ നമുക്ക് മടക്കി തരാനായിട്ട്, അല്ലേ? പ്രൈസ് ലോർഡ്. പാപത്താൽ മരണം കടന്നു വന്ന മനുഷ്യനിൽ എന്ത് ചെയ്യുക? നിത്യജീവനെ ഇമ്പാർട്ട് ചെയ്യാനായിട്ടാണ് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നത്, അല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. അപ്പോൾ കർത്താവിൻ്റെ കൂടെ നടന്നാൽ ലഭിക്കുന്നത് എന്താ? നിത്യജീവനാ. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. വാട്ട് എ പ്രിവിലേജ്, അല്ലേ? ദൈവം നമുക്ക് തന്ന ഈ നല്ല പ്രിവിലേജസിനൊക്കെ ആയിട്ട് കർത്താവിന് നന്ദി പറയുന്നു. നാം ആദ്യം കണ്ടതുപോലെ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, നോഹ ദൈവത്തോട് കൂടെ നടന്നു. ഫിസിക്കൽ ഡെത്തിൽ നിന്ന് അവരെ എന്ത് ചെയ്തു? ദൈവം വിടുവിച്ചു. നാം ദൈവത്തിൻ്റെ കൂടെ നടന്നാൽ എന്ത് ചെയ്യും? ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. എറ്റേണൽ ഡെത്തിൽ നിന്ന് ദൈവം നമ്മളെ കരുതും. സ്തോത്രം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ നടന്ന ഒത്തിരി പേര് ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഈ ഉച്ച കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു. ബൈബിളിലെ എല്ലാ ക്യാരക്ടേഴ്സും, ഓൾമോസ്റ്റ് എവറി ക്യാരക്ടേഴ്സ് ഇൻ ദ ബൈബിൾ ദൈവത്തിൻ്റെ കൂടെ നടന്ന് വിടുതലുകൾ ഏറ്റെടുത്തവരാ, അല്ലേ? പ്രൈസ് ലോർഡ്. ഹാനോക്കിൻ്റെ കാര്യം നാം പഠിച്ചു. മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ വ്യത്യസ്തനാക്കി. 8ഉം 9ഉം ആളുകൾ ആ അധ്യായത്തിൽ മരിക്കുമ്പോൾ അവരുടെ ഇടയിൽ വ്യത്യസ്തനായി ഹാനോക്കിനെ ദൈവം മാറ്റി. ഒരു ജനത മുഴുവൻ നശിച്ചു പോയപ്പോൾ നോഹയെ എന്ത് ചെയ്തു? ദൈവം ആ കുടുംബത്തെ കരുതി. പ്രൈസ് ലോർഡ്. റൂത്തിൻ്റെ അവസ്ഥയൊന്ന് എടുത്തു നോക്കിയേ. ഒരു മോവാബിയ സ്ത്രീയായിട്ട് ഇസ്രായേലുമായിട്ട് യാതൊരു സമ്പർക്കത്തിലും വരാൻ ഒരു സാധ്യതയുമില്ലാത്ത റൂത്ത് തൻ്റെ ഒരൊറ്റ തീരുമാനത്തിൽ എന്ത് സംഭവിച്ചു? ആരായി തീർന്നു? യേശുക്രിസ്തുവിൻ്റെ വംശാവലിയിൽ പേര് ചേർക്കപ്പെട്ടവളായി തീർന്നു, അല്ലേ? ഹല്ലേലൂയ. ബോവസിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ബോവസ് എങ്ങനെയാണ് പറയുന്നത്? ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ ചിറകിൻ കീഴെ ആശ്രയിച്ചു വന്ന നിനക്ക് അവൻ പൂർണ്ണ പ്രതിഫലം തരുമാറാകട്ടെ, അല്ലേ? പ്രൈസ് ലോർഡ്. ഒരു മോവാബിയ സ്ത്രീ ആയിരുന്നിട്ടും കർത്താവിനെ ആശ്രയിച്ച് അവൻ്റെ കൂടെ നടക്കാനായിട്ട് എടുത്ത ബോൾഡ് സ്റ്റെപ്പ് ദൈവം എങ്ങനെ റിവാർഡ് ചെയ്തേ? ഹല്ലേലൂയ. യേശുവിൻ്റെ വലിയ വല്യമ്മച്ചി എന്ന് പറയാനുള്ള പേര് ഒരു മോവാബിയ സ്ത്രീ ആയിരുന്നിട്ട് കൂടി അവൾക്ക് ലഭിക്കാനിടയായി, അല്ലേ? പ്രൈസ് ലോർഡ്. രാഹാബിനെ കുറിച്ച് നാം അങ്ങനെ തന്നെ കാണുന്നു. ശമൂവേൽ, പ്രൈസ് ലോർഡ്. ശമൂവേലേ എന്ന് ചോദിച്ചപ്പോൾ അടിയൻ ഇതാ എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ അടുത്ത് സമർപ്പിച്ച ഒരു ശമൂവേൽ ബാലൻ. എന്താ സംഭവിച്ചത്? ദാൻ മുതൽ ബേർഷേബ വരെ യഹോവയുടെ വിശ്വസ്ത പ്രവാചകൻ എന്ന്
ജനം പറഞ്ഞു അല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിനോട് കൂടെ നടക്കാൻ ആഗ്രഹിക്കുന്നവരെ ദൈവം ഇപ്രകാരമാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ദൈവം ഇപ്രകാരമാണ് കരുതുന്നത് കേട്ടോ. അവൻ നമ്മളെ തള്ളിക്കളയുന്ന ദൈവമല്ല എന്ന് ഈ പകൽക്കാലം നാം തിരിച്ചറിയണം. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദാവീദ് ഒത്തിരി തെറ്റുകളൊക്കെ ചെയ്തു. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദാവീദിനെ കുറിച്ച് എന്ത് ചെയ്തു? കർത്താവ് പറഞ്ഞു അല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ദാവീദിൽ നിന്ന് സംഭവിച്ചത് എന്താണെന്നറിയാമോ? ഇന്ന് പറഞ്ഞപ്പോഴും പറഞ്ഞു, എത്ര സങ്കീർത്തനം? 73 സങ്കീർത്തനങ്ങൾ അല്ലേ? 73 Psalms വാസ് റിട്ടൺ ബൈ ആര്? ഡേവിഡ്. കടന്നുപോയത് ഏറ്റവും സുഖകരമായ അവസ്ഥയിൽ കൂടെ ആയിരുന്നോ? ഒരു അഭിഷക്തന് നേരെ ഞാൻ കൈ ഓങ്ങത്തില്ല എന്ന് പോലും പറഞ്ഞ തരത്തിലുള്ള ഒരു വിശുദ്ധനായ മനുഷ്യൻ. പ്രൈസ് ലോർഡ്. എന്താ സംഭവിച്ചത്? ഹി ഗേവ് ഹിം എ ഹാർട്ട് ഓഫ് വർഷിപ്പ്. ഒത്തിരി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കിയ ഒരാളാണ് കേട്ടോ ദാവീദ്. ദൈവം അതിനെ ഉപയോഗിച്ചതാണ്. ഒത്തിരി പാട്ടുകൾ എഴുതി അതിൻ്റെ കൂടെ തന്നെ ഒത്തിരി ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ടാക്കിയ ഒരാളും കൂടെയാണ് ദാവീദ്. പ്രൈസ് ലോർഡ്. ദൈവം എപ്രകാരം ഉപയോഗിച്ചത്? കൂടെ നടന്ന ഒരാളെ നോക്കി. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. പൗലോസ് നാം ഇന്ന് കാണുന്നു, ഇന്ന് വായിച്ച വാക്യം അവിടെ നിന്ന് കൊരിന്ത്യർന്ന് വായിച്ചപ്പോൾ, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം എഴുതിയ പൗലോസ്, എ ഗോഡ് ഹൂ ട്രാൻസ്ഫോംസ് പീപ്പിൾ അല്ലേ? ഡെമസ്കോസിൻ്റെ പടിവാതിൽക്കൽ വെച്ച് എന്താ പറ്റുന്നത് പൗലോസിന്? യേശുവിനെ കണ്ടുമുട്ടുന്നു. എന്നാൽ എന്താവുന്നു? പഴയ കാലത്തെ അവനെ ഈ ജനത്തെ നശിപ്പിക്കാൻ നടന്ന ആളെന്തായി? ഇത്ര മഹത്തേറിയ ലേഖനങ്ങൾ എഴുതി നമുക്ക് തരുവാൻ, അതിൽ നിന്ന് നമുക്ക് ഈ പകൽക്കാലവും ധ്യാനിപ്പാൻ ദൈവം നമ്മൾക്ക് ആരെ ഒരുക്കി തന്നു? പൗലോസിനെ ഒരുക്കി തന്നു അല്ലേ? പൗലോസ് കൂടെ നടക്കാൻ തീരുമാനിച്ചപ്പോൾ അല്ലേ? പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോ ചില ഉചിതമായ തീരുമാനങ്ങൾ, ഉറച്ച തീരുമാനങ്ങൾ. വിഗ്രഹങ്ങളെ ഞാൻ ആരാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ തീയിലെറിയപ്പെട്ടു. എന്നാൽ എന്ത് സംഭവിച്ചു? ശദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അബേദ്നെഗോവിൻ്റെയും ദൈവമാണ് ആ ദേശത്ത് ദൈവമെന്ന് എന്ത് ചെയ്തു? തെളിയിക്കപ്പെട്ടു. പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ കൂടെ നാം നടക്കാൻ തീരുമാനിക്കുമ്പോൾ നാം ചെറുതെന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും, ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു, ദൈവം അത് വലുതായിട്ടാണ് കണക്കാക്കുന്നത് കേട്ടോ. പ്രൈസ് ലോർഡ്. ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. ഹീൽ പ്രൊട്ടക്ട് അസ്. പ്രൈസ് ലോർഡ്. ആഫ്റ്റർ ഓൾ നമ്മൾ കർത്താവിൻ്റെ കൂടെ നടന്നാൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് എറ്റേണൽ ലൈഫ്. അതിനായിട്ട് നമുക്ക് ഓടാം, അധ്വാനിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നേരിക്കുന്നു. പ്രൈസ് ലോർഡ്.